presented in His Word that how we should in our practical life, how we should take care of the simplest things. നാം നമ്മുടെ ജീവിത പങ്കാളിയെ ഉള്ള അളവിൽ സ്വീകരിക്കണമെങ്കിൽ, if we have to accept our partner in life, ആ ആളെ നാം മനസ്സിലാക്കണം. we must understand that person. ഇവിടെ പ്രധാനമായിട്ട് ഭർത്താക്കന്മാര് ഭാര്യയെ മനസ്സിലാക്കി പെരുമാറുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. Specifically here is mentioned about how husbands should understand the wife. എന്നാൽ ഞാൻ വിചാരിക്കുന്നു ഭാര്യമാര് പുരുഷന്മാരെയും ഭർത്താക്കന്മാരെയും മനസ്സിലാക്കണം. In the same complementary sense, the wife should understand the husband as well. അങ്ങനെ മറ്റേയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളുടെ പ്രകൃതം എന്താണ്, പ്രതികരണം എന്താണ്, ഇത് മനസ്സിലാക്കി വേണം അയാളോട് പെരുമാറാൻ. It is necessary for us therefore to understand the partner in what person he is or she is, and then live accordingly. ഇത് മനസ്സിലാക്കാത്തതാണ് അനേക അനുദിന പ്രശ്നങ്ങൾക്ക് കാരണം. Not having understood the other partner is where our daily problems do occur. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. There is a big difference between the man and the woman. ഇത് മനസ്സിലാക്കാത്ത അനേക പുരുഷന്മാരുണ്ട്. And there are a lot of men who don't understand that. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നവൻ എന്റെ ഭാര്യ എന്താ ഇങ്ങനെ ചിന്തിക്കാത്തെ? How is it that the wife can't understand how I can understand a person? എന്നിലും പരിശുദ്ധാത്മാവുണ്ട്, അവളിലും പരിശുദ്ധാത്മാവുണ്ട്, പിന്നെ എന്താ അവള് ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാത്തെ? Why the Holy Spirit is residing in me as well as in her, but why doesn't she see the same thing? പരിശുദ്ധാത്മാവ് രണ്ടുപേരിലും ഉണ്ടെങ്കിലും ഒന്ന് ആണാണ്, ഒന്ന് പെണ്ണാണ്. Truly the Holy Spirit is in both, but one is a man and one is a woman. ദൈവം നമ്മെ രണ്ടുപേരെ ഒരുപോലെ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. God hasn't made us to be the same. നാം എല്ലാം മനുഷ്യരാണ്. We are all men. പക്ഷേ പുരുഷനും സ്ത്രീയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. But there's a big difference between man and woman. കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. There is a difference in sight. ശരീരഘടനയിൽ വ്യത്യാസമുണ്ട്. In the form of the body. ശരീരത്തിലെ അവയവങ്ങളിൽ വ്യത്യാസമുണ്ട്. In the organs of the body. അതുപോലെ തന്നെ മനസ്സിന്റെ മേക്കപ്പിലും വ്യത്യാസമുണ്ട്. Similarly, there is a difference in the mental makeup of the person between man and woman. ഇത് മനസ്സിലാക്കണം. We must understand. സ്ത്രീജനം ബലഹീന പാത്രമാണെന്ന് ഓർക്കണം. Remember, the woman is a weaker vessel. അപ്പൊ ദൈവാത്മാവ് പത്രോസിനോട് പറയുക, അതുകൂടെ എഴുതി ചേർക്ക്. And the Spirit of God tells Apostle Paul to enter that as ഈ well. പല ഭർത്താക്കന്മാർക്കും ഇത് അറിയാൻ പാടില്ല, അതുകൂടെ എഴുതി വെക്ക്. Therefore, because many husbands don't know, please enter that in the word of God. ബലഹീന പാത്രമാണ്, weaker vessels. അവരുടെ കൂടെ കഴിയുമ്പോൾ പ്രത്യേകമായ ചില കാര്യങ്ങൾ ഓർത്തോണം. When you live with them, you should remember some particular things. എങ്കിലേ ഒരുമിച്ച് ശരിയായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. Then only you can live together comfortably. ശാരീരികമായി സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ മാനസികമായും വ്യത്യാസമുണ്ട്. As there is differences in the physical sense, so also mentally they are different. എന്തുകൊണ്ടാണ് ഈ ശാരീരിക വ്യത്യാസം ദൈവം വെച്ചിരിക്കുന്നത്? Why were there so physical differences between man and woman? അവർ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട കർത്തവ്യത്തിന്റെ വെളിച്ചത്തിലാണ് ശരീരം വ്യത്യാസമായി വെച്ചിരിക്കുന്നത്. Because of the duties that are given to either of them, the differences in the physical sense is given. ഭർത്താവ് അധ്വാനിച്ച് ജോലി ചെയ്ത് കുടുംബം പുലർത്തണം, അതിനുള്ള ശരീരമാണ് ഭർത്താവിന് തന്നിരിക്കുന്നത്. Man has been given the physical body that should allow for labor and then gain food. ഭാര്യമാര് ഗർഭം ധരിച്ച് മക്കളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തണം, അതിന് പറ്റിയ ശരീരമാണ് ദൈവം അവർക്ക് നൽകിയിരിക്കുന്നത്. And women are given a body that will allow for the pregnancy, the child and the feeding of the child. എന്തുകൊണ്ടാണ് വ്യത്യാസം? Why is the difference? റോൾസ് തമ്മിൽ നമ്മുടെ ജോലി വ്യത്യാസമാണ്, അതുകൊണ്ടാണ് അതിനനുസരിച്ച് ശരീരം തന്നിരിക്കുന്നത്. The jobs or the chores that are to be done, that's why the physical difference. നമ്മുടെ റോൾസ് വ്യത്യാസമായതുകൊണ്ട് അതിനനുസരിച്ചുള്ള മനസ്സുമാണ് ദൈവം തന്നിരിക്കുന്നത്. The same with the roles that are different for the father and the mother or the husband and the wife, so also is our mental makeup. അമ്മമാരുടെ മനസ്സ് അപ്പന്മാരെ പോലെ ആയിരുന്നെങ്കിൽ, if the mother's mental makeup was that of the father, പിള്ളേരെ എല്ലാം പണ്ടേ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ചേനെ. and then the children would have left the home long back. അമ്മമാർ അങ്ങനല്ല. But the mothers are not like that. Thank God for these mothers. എന്തോ ഒരു ടെൻഡർനെസ്, എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ക്ഷമയ അമ്മമാർക്ക്. They have a tenderness, a love, an affection and forgiveness. അപ്പന്മാർക്കും മക്കളോട് സ്നേഹമൊക്കെ ഉണ്ട്. Yes, the fathers love the children. പക്ഷെ പെരുമാറ്റത്തിൽ എന്തൊരു വ്യത്യാസമാണ്. But their behavior, there's a big difference. ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. That's how God has ordained them. അതുകൊണ്ട് അന്യോന്യം സ്വീകരിക്കണമെങ്കിൽ, so therefore if you have to receive each other, ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. there are some things that you should understand. ഞാൻ ഓടിച്ച രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഈ വ്യത്യാസത്തിന്റെ കാര്യം ഒന്ന് പറയാം. Quickly to explain the differences. അനേക മാനസിക വ്യത്യാസങ്ങളുണ്ട്. There are many mental differences. പക്ഷെ അത് തന്നെ പറഞ്ഞാൽ സമയം ഒത്തിരി പോകുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം മാത്രം പറയാം. One or two to explain. സ്ത്രീകളുടെ ചിന്തയും പ്രതികരണവും പ്രൈമറിലി ഇമോഷണലാണ്, വൈകാരികമാണ്. The woman's mind is mainly emotional. അവർക്ക് കോമൺ സെൻസ് ഇല്ലെന്നോ ലോജിക് ഇല്ലെന്നോ അല്ല അതിന്റെ അർത്ഥം. പ്രൈമറിലി അതല്ലെന്നാണ് പറഞ്ഞത്. Not that they don't have logic or common sense, but primarily it is emotional. പുരുഷന്റെ ചിന്തയും പ്രതികരണവും പ്രൈമറിലി ഒന്നാമത് യുക്തിയുക്തമായതാണ്, ലോജിക്കലാണ്. As far as a man is concerned, his primary function is logical.
ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. Example. രാത്രി നിങ്ങളുടെ വീട്ടിൽ ഒരു ഫോൺ വന്നെന്ന് വിചാരിക്കുക. A phone call comes into your house. നിങ്ങളുടെ കുടുംബത്തിലെ ഒരാള്, ബ്രദറോ ഫാദറോ, വളരെ അടുത്ത ഒരാള് ഒരു അപകടത്തിൽപ്പെട്ടു. A close relative having had an accident. ഒരു ആശുപത്രിയിലേക്ക് റഷ് ചെയ്തിരിക്കുകയാണ്. Being rushed to the hospital. സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. Understood to be serious. ഉടനെ ബ്ലഡ് വേണം. Blood is required immediately. അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. Or an operation surgery to be done. ഇത് ഭർത്താവിന്റെ കയ്യിലാണ് ഈ ഫോൺ കിട്ടുന്നതെന്ന് വിചാരിക്കുക. If the husband receives the phone, ഉടനെ ഭർത്താവ് എന്താ ചിന്തിക്കുന്നത്? what does the husband think? കേട്ടത് ഭർത്താവിന് വിഷമമുണ്ട്. Of course he has, he's worried. അപ്പോ ബ്ലഡിനുള്ള അറേഞ്ച്മെന്റ് ആയോ? He is thinking about the arrangements for the blood. കാശ് കയ്യിലുണ്ടോ? ആശുപത്രി കൊടുക്കണമല്ലോ, കാശുണ്ടോ കയ്യില്? Is there enough money for the... വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണോ? വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണോ? Does he have to be taken to another place? ഭർത്താവ് ഉടനെ അത് ചിന്തിച്ച് ഉടനെ വണ്ടി എടുത്ത് അതിനുവേണ്ടി ഇറങ്ങുക. And he is in a hurry to take the car and go for those activities. എന്നാൽ ഫോൺ ശ്രീമതിയുടെ കയ്യിലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. Whereas if it is the wife who received the phone call, അവളെ കൊണ്ടുപോകാൻ വേറെ ആംബുലൻസ് വിളിക്കണം നമ്മള്. then you might require another ambulance to take the wife. അയ്യോ, ആർക്ക്? അച്ചാച്ചനാണോ അപകടം? There's an emotional sense. പിന്നെ അവിടെ വീഴുകയാണ്. She falls down. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? What does the husband do then? എഴുന്നേറ്റ് ഒരു ബൈബിൾ സ്റ്റഡി ഞാനിപ്പോ എടുക്കാം. Does he take a Bible study then? യോഹന്നാൻ 14 ആദ്യ വാക്യങ്ങൾ വായിച്ച്. Reads John chapter 14. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Your heart should not. നീ സ്പിരിച്വൽ അല്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. Because you're not spiritual, that's why you're becoming emotional. അങ്ങനെ പറയരുത്. That is not how you handle this. അവരെ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ. That's how they have been made. കുറച്ചു നേരം കഴഞ്ഞ് വിഷമിച്ചൊക്കെ കഴിയുമ്പോ പിന്നെ ആശ്വാസമൊക്കെ പറഞ്ഞാൽ മതി. Oh yeah, they will be upset for some time and then you can comfort them. നീ എന്നെ നോക്ക്, ഞാൻ വിഷമിക്കുന്നില്ലല്ലോ. You say that, no, I'm not being upset. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ അവരോട് പറയല്ല. Don't be giving such foolish നിങ്ങൾ answers. വിഷമിക്കാത്ത നിങ്ങൾ ആണായോണ്ട് ദൈവം നിങ്ങളെ അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ടുമാണ്. Because you are able to do that because you're a human man and that's how God made you. ചിന്തയിലും പ്രതികരണങ്ങളിലും വ്യത്യാസമുണ്ട്. There's a difference in the thought patterns. ഇത് മനസ്സിലാക്കി വേണം അവരോട് ഇടപെടാൻ. You must understand that and that's how you deal with them. അല്ലെ ഭാര്യയ്ക്ക് കർത്താവിന് ശരണമില്ല, അവള് വെറി ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പിണങ്ങാൻ പോകല്ല ആ സമയത്ത്. Do not be upset at the fact that she is not spiritual enough. രണ്ടാമത്തെ ഒരു വ്യത്യാസം, A second difference. സ്ത്രീകളുടെ ചിന്ത മനഃശാസ്ത്രപരമായിട്ട് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യുന്നതാണ്. The mental makeup of the or mathematically add up things. സൈക്കോളജിസ്റ്റ് അതിന് പറയുന്നത് ഒരു ചെയിനിൽ പോലെ കണ്ണിയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുമെന്നാണ്. A sort of a chain thought pattern. പുരുഷന്മാര് കാര്യങ്ങൾ വേറെ വേറെ ചിന്തിക്കുന്നവരാണ്. Whereas in the men they see it in different compartments. ഞങ്ങളുടെ കോട്ടയത്തെ നമ്മുടെ ഒരു സഹോദരന്റെ വിവാഹത്തിന്റെ ഒരു സായിപ്പ് വന്നു. A person came for a wedding in Kottayam. അപ്പോ ഈ സായിപ്പ് ഒരു ദോശയുടെ കഥ പറഞ്ഞു. And he talked about dosha. ഈ കഥ ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രസംഗകരും പറഞ്ഞത് ഇന്റർനാഷണൽ ആയി ഈ കഥ. It has been internationalized. ഞാനിത് പറഞ്ഞത് നിങ്ങൾ ചിലർ ഇത് കേട്ട് കാണും, നിങ്ങൾ ബോറടിക്കരുത്, കേൾക്കാത്തവർക്ക് വേണ്ടി പറയാ. It is being said for those who haven't heard it as yet. അതൊരു ഉദാഹരണമാണ്. It's an example. ഒരു ഭർത്താവ് രാവിലെ ഓഫീസിൽ പോകാനായിട്ട് ധൃതിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. Husband in a hurry having his breakfast to go to the office. അപ്പൊ കഴിച്ച അന്ന് ദോശയായിരുന്നു. It was dosha that he was taking. ഒരു ദോശ അല്പം കരിഞ്ഞതായിരുന്നു. One of the doshas was a little burnt. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഛേ എന്തോ കറുത്തു പോയല്ലോ. He complained about the dosha. അങ്ങനെ പറഞ്ഞു. 10 കഴിച്ചു, അത് വേറെ കാര്യം. എന്നിട്ട് എഴുന്നേറ്റ് പോയി. He took 10 of them and then he went left. ഭർത്താവ് ദോശയുടെ കാര്യം മറന്നു. He forgot about the dosha. ഓഫീസിലെ കാര്യത്തിലായി. He went into the office work. അപ്പൊ ഭാര്യക്ക് തുടങ്ങുന്നേ ഉള്ളു ചിന്ത. That's when the wife starts thinking about the dosha. അപ്പൊ ഭാര്യ ചിന്തിക്കുന്നത് ഇങ്ങനാണ്. This is how she thinks. ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ സഹോദരിമാർ യോഗം കഴിഞ്ഞ് ഞങ്ങളോട് പറയണം, ഇനി ഇത് പറയല്ലെന്ന്. ഓക്കെ, അപ്പൊ ഭാര്യ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്. This is how she thinks. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി. I have got up early in the morning and I have trouble making this. അതിനെക്കുറിച്ച് ഒരു നല്ല വാക്കും പറഞ്ഞില്ല. He didn't say anything good about that. 10 തിന്ന് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. He had 10 and he didn't complain about that. ഒരെണ്ണം കരിഞ്ഞു, അത് വളരെ ദേഷ്യമായിട്ട് പറയുകയും ചെയ്തു. It was only one that was burned and he had so much to say. അച്ചായൻ എപ്പോഴും ഇങ്ങനെ. He's always like this. നല്ല കാര്യം ചെയ്താൽ ഒന്നും മിണ്ടുകയില്ല. He never talks of the good things that are done. കുഴപ്പമില്ലോ ചെയ്ത ഉടനെ പറയുകയും ചെയ്യും. And if there's something wrong, he has lots to say. അപ്പൊ ഭാര്യ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയാണല്ലോ പകല് മുഴുവൻ. The wife is sitting at home alone. അപ്പൊ ഇങ്ങനെ ധ്യാനം തുടങ്ങി. And the emotional build-up takes. അങ്ങനെ ധ്യാനത്തിങ്കിൽ തീ കത്തുകയും ചെയ്തു ഹൃദയത്തിൽ. And goes on to a higher escalated level. എന്നാലും എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ. However, my husband did say such a thing. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില പുതിയ ചിന്തകൾ ധ്യാനത്തിൽ കിട്ടിയത്. And then new thoughts come into the mind. ഈ ഭർത്താവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ അമ്മ നല്ല ദോശ ഉണ്ടാക്കുമെന്ന്. And he had once mentioned how his mother used to make good doshas. അപ്പൊ അമ്മായിയമ്മയുടെ ദോശ നല്ലതാ, കരിയത്തൊന്നുമില്ല. എന്റെ ദോശയെ കരിയുള്ളൂ. So logically, the mother-in-law's dosha is never burnt. It's only
only mine. പകല് മുഴുവൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. And this thought kept building up. വൈകുന്നേരമായപ്പോ ഭർത്താവ് ഓഫീസിൽ നിന്ന് മടങ്ങി വന്നു. Towards the evening, the husband came back. അപ്പൊ ഭാര്യ വളരെ വിഷമിച്ചിരിക്കുക രാവിലത്തെ ദോശയുടെ പേരിൽ. She has already been worried about the dosha in the morning. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എന്താ നിന്റെ മൊത്തൊരു സന്തോഷം ഇല്ലല്ലോ? How come you are not looking very happy today? ഭർത്താവ് ദോശയുടെ കാര്യം പണ്ടേ മറന്നു. He's completely forgotten about the dosha. അപ്പൊ ഇവളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. She said there's nothing at home. അത് കഴിഞ്ഞപ്പോ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു. Then he said one thing. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ എന്താ ഉണ്ടായെന്ന് അറിയാവോ? Do you know what happened in the office? നമ്മുടെ ആ കൂട്ടുകാരനുണ്ടല്ലോ, You know our friend? 10 വർഷമായി കല്യാണം കഴിച്ച് ഇതുവരെ കുഞ്ഞുണ്ടായിട്ടില്ല. He has married for 10 years and he doesn't have ഇന്ന് children. നാട്ടിൽ നിന്ന് ന്യൂസ് കിട്ടി അവനൊരു ആൺകുട്ടി ഉണ്ടായത്. And today he got the news that he's got a boy. ഞങ്ങൾ വിടുവോ? പോറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി ഉഗ്രം ദോശ എല്ലാവർക്കും. We went to a hotel and had very good doshas. അത് ശരി. അപ്പൊ ബ്രാഹ്മണന്റെ ദോശ ഉഗ്രന അല്ലേ? Therefore the Brahmin's dosha is good. അത് കരിയത്തൊന്നുമില്ല. Of course that doesn't get അപ്പോ burned. ഈ രാവിലത്തെ ദോശയും അമ്മായിമ്മയുടെ ദോശയും പോറ്റി ഹോട്ടലിലെ ദോശയും അങ്ങടെ ലിങ്ക് ചെയ്തു. So there's a link between the morning's burnt dosha, the mother-in-law's dosha, and the one from the hotel. അപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? What is the summary? ഏറ്റവും ചെറിയ ഒരു ഭാവ വ്യത്യാസം നമ്മുടെ അല്ലെങ്കിൽ ഒരു കമന്റ് ഇറ്റ് ക്യാൻ പുട്ട് ദം ഓഫ്. അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ കഴിയും. A small thought has brought out a thought train that upsets them. അപ്പൊ നമ്മൾ വിചാരിക്കും, ഒരു ദോശ കരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു, നീ ഇത്രയും പിണങ്ങുന്നത് എന്തിനാ? How come just for burnt dosha you have to be so upset? അങ്ങനെ പറയല്ലേ. No, it's not that. അവർക്കത് വളരെ പ്രധാനമാണ്. It became important for them. അപ്പൊ അത് മറ്റു പല ചിന്തകളിലേക്ക് അവരെ നയിക്കും. And it went on to develop to other thoughts. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. Therefore be careful when you say something. ഇത് പത്രോസിന് അറിയായിരുന്നു. This is what Peter knew. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. That's why he entered that in the word of സ്ത്രീധനം God. ബലഹീന പാത്രമാണെന്ന് ഓർക്കണം. Remember, women are weaker vessels. വളരെ വിവേകത്തോടുകൂടെ വേണം അവരോടുകൂടെ വസിക്കുവാൻ. When you dwell in good understanding. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു നമ്മുടെ ഒരു സുവിശേഷന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. Was in a house, in an evangelist house in North India. അവരുടെ സഭയിൽ ഒരു ഫാമിലി സെമിനാർ ഉണ്ടായിരുന്നു. There was a seminar in their assembly. അന്ന് ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. These discussions were there. അപ്പോ ആ യോഗം കഴിഞ്ഞ ആ ഭാര്യ, സുവിശേഷന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, The wife of the evangelist had this to say after the meeting. ഒരു പ്രത്യേക കാര്യത്തിൽ In one particular thing, എന്റെ ഭർത്താവ് എന്തുകൊണ്ടാ ഇങ്ങനെ പെരുമാറുന്നത് ഇന്ന് എനിക്ക് മനസ്സിലായി. today I understood why my husband behaves like this. ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between husbands and wives. ദൈവം അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. That's how we are created. അത് അന്യോന്യം മനസ്സിലാക്കണം. We should understand each അത് other. മനസ്സിലാക്കി വേണം വളരെ സൂക്ഷ്മതയോടെ ഇടപെടാൻ. The understanding that we should be very careful in our relationships. പ്രിയപ്പെട്ടവരെ, വളരെ കൃപ നമുക്ക് ഇതിന് ആവശ്യമാണ്. We need a lot of grace for this. പുരുഷന്മാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? How do men think? സ്ത്രീകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? How do women think? പുരുഷന്മാർക്ക് എന്താണ് പ്രധാനം? What is important for men? സ്ത്രീകൾക്ക് എന്താണ് പ്രധാനം? What is important for ഈ women? കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. It is necessary to understand these things. അതനുസരിച്ച് വേണം അന്യോന്യം പെരുമാറുവാൻ. And accordingly we have to behave between each other. അന്യോന്യം ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി സ്വീകരിക്കണം. Dwell with them with understanding and accept them. അതാണ് ഒന്നാമത്തെ പ്രമാണം. That's the first principle. രണ്ടാമത്തെ പ്രമാണം, Second one, അന്യോന്യം ശുശ്രൂഷിക്കുക. and to serve one another. റോമാലേഖനം 15-ാം അധ്യായം തന്നെ Romans chapter 15 verse 1. ഒന്നാമത്തെ വാക്യം, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. എന്നിട്ട് അതിന് മൂന്നാം വാക്യം കൂടെ, 3-ന്റെ ഒടുവും കൂടെ വായിക്കുന്നു, ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. We then who are strong ought to bear with the scruples of the weak and not to please ourselves. Third verse, for even Christ did not please himself. ബലഹീനത ചുമക്കുക. Take care of the weak. ക്രിസ്തു തന്നെത്താൻ പ്രസാദിപ്പിച്ചില്ല Christ did not please himself. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ മറ്റുള്ളവരുടെ ആവശ്യം കണക്കിലെടുത്തു എന്നാണ്. It means that he took care of the others' needs. മർക്കോസ് 10:45 നമുക്ക് എല്ലാവർക്കും അറിയാം. Mark 10 verse 45 we know. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുബലിയായി കൊടുപ്പാനും അത്രേ വന്നത്. Mark 10:45 talks about how serving others, that's why he gave his life. അവൻ ശുശ്രൂഷ ഇങ്ങോട്ട് സ്വീകരിക്കാൻ വന്നതല്ല. He did not come to receive service, അങ്ങോട്ട് ശുശ്രൂഷിക്കാനാണ് അവൻ വന്നത്. but to serve. ഇവിടുത്തെ പ്രമാണം തന്നെ തന്നെ പ്രസാദിപ്പിക്കാതെ മറ്റേയാളെ പ്രസാദിപ്പിക്കുക. Here the principle is not to serve yourself, but to serve the other,
to receive service, but to serve. അങ്ങനെ മനഃപൂർവ്വമായി നാം ചെയ്യുമ്പോൾ, If we do that very willfully, വളരെ സന്തോഷമായിട്ട് അന്യോന്യം ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. very, very peacefully, needs of each others is met. അതാണ് രണ്ടാമത്തെ പ്രമാണം, serve one another, അന്യോന്യം ശുശ്രൂഷിക്കുക. That is the second principle, to serve one another. മൂന്നാമത്തെ പ്രമാണം, The third principle, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമാണമാണ്. something that everybody knows. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. John chapter 15 verse 12. അവിടെ സ്നേഹത്തിന്റെ പ്രമാണമാണ് നാം കാണുന്നത്. That is the principle of love. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. My commandment that you love one another as I have loved you. നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. We should love all each other. എന്നാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനം ഭാര്യയും ഭർത്താവും, അതാണല്ലോ ഏറ്റവും അടുത്ത ബന്ധം. അതിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. We do know that the closest relationship, the intimate relationship, is the husband and wife. There you should have love. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഭർത്താക്കന്മാരോട് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണമെന്ന്. In Ephesians it has been specifically mentioned that the husband should love their wives. സ്നേഹിക്കുക എന്നുള്ളതിന് അഗപ്പെ എന്നുള്ള വാക്കാണ് എന്ന് പൊതുവെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. We all understand the word agape is the word used for the word love. അഗപ്പെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇഷ്ടപ്പെടുക, ലൈക്കിംഗ് എന്നല്ല. The meaning of the word agape is not liking, സ്നേഹിക്കുക എന്നാ, is loving. ഇത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. There is a difference between the two. അത് മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണ്. It is necessary to understand the difference. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ ഇഷ്ടപ്പെടുവീൻ എന്ന് വാക്യമില്ല. There is no verse saying that you should like your. നമുക്കെല്ലാവരും അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. Of course, it is the liking that caused the marriage. ഇന്ന് നമ്മോടുള്ള ആ നിർദ്ദേശം അവരെ സ്നേഹിക്കണമെന്നാണ്. But today's message is to love. സ്നേഹിക്കുക, അഗപ്പെ എന്നുള്ളതിന്റെ നിർവചനം ഇതാണ്. The meaning of the emphasis of the word agape here is മറ്റേ ആളിന്റെ ആത്യന്തികമായ നന്മയ്ക്കായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുക. to be able to submit myself for the good of the other person completely. മറ്റേ ആളിന് ഏറ്റവും ഗുണം വരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക. To be able to do whatever is good for the other person myself. മറ്റേ ആളുടെ അൾട്ടിമേറ്റ് വെൽ ബീയിങ്, അതാണ്